ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടോ. അപ്പോൾ എല്ലാവരും ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതാ എൻ്റെ കയ്യിലുള്ള ഇത്തരം ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക കേട്ടോ. ഉള്ളി സ്ക്രീൻഷോട്ട് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്ടാൽ മതി. ഇതാണ് ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് കേട്ടോ. ഒരു നാരോ ലീഫുകളോടുകൂടിയ ഒരു അഗ്ലോണിമ ടൈപ്പ് ചെടികളാണ്. അപ്പം ഇത് നല്ല ഭംഗിയുള്ള ഈ ചെടി വേണ്ടവർ ആവശ്യാർത്ഥം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇത് വന്നിട്ട് ഒരു കലാത്തിയുടെ ഒരു വേഷനാണ്. ഇത് നല്ല സുന്ദരി ചെടിയാട്ടോ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ മതി. വേണ്ടുന്ന ചെടിയുടെ വില ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടേറെ പ്രത്യേകതയുള്ള അടുത്ത സുന്ദരി കലാത്തിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഇതിങ്ങനെ കുട്ടി കുട്ടി തൈകളാണ്. ഇതിൻ്റെ കുറച്ചും കൂടി പൊക്കമുള്ള തൈകളായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത് കേട്ടോ. അപ്പം ഈ ചെടി ആവശ്യമുള്ളവരും കോണ്ടാക്റ്റ് ചെയ്യുക. ഇത് ഒരു കലാത്തിയ വേഷനാണ് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇത് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. അടിയിലൊരു ബ്രൗൺ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് തന്നെ കലാത്തിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലിയറൻസ് സെയിലൂടെയാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഇതും കലാത്തിയുടെ സിൽവർ പ്ലേറ്റ് എന്ന് പറയും. നല്ല വലുപ്പമുള്ള ലീഫുകളാട്ടോ ഇതിൻ്റെയും പ്രത്യേകത. അടിയിലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട്. അപ്പോൾ ഫുൾ പോട്ട് വേണമെങ്കിൽ ഫുൾ പോട്ടായിട്ട് തരുന്നതായിരിക്കും. ചെറിയ ഓരോ ഷൂട്ടുകളാണെങ്കിൽ അങ്ങനെ തരുന്നതായിരിക്കും. ഇതും കലാത്തിയുടെ അടുത്ത ഒരു സുന്ദരിയാട്ടോ. കാഴ്ചയിൽ ഒരുപോലെ തോന്നിക്കുമെങ്കിലും ഇതിനും നല്ല ഭംഗിയുള്ള ലീഫുകളാട്ടോ. എല്ലാത്തിൻ്റെയും ലീഫുകളുടെ പ്രത്യേകതയാണ് ഈ ചെടികളുടെയൊക്കെ പ്രത്യേകത കേട്ടോ. അപ്പം ഇതും ഫുൾ പോട്ട് വേണോ അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ട് വേണോ എന്ന് നിങ്ങൾ ചോയ്സ് ചെയ്യുക കേട്ടോ. ഈ ചെടി ഇത് കൈ പിടിച്ചാൽ നല്ല കനം, അത്രയ്ക്കും ഷൂട്ടുകളോടുകൂടി ഇതും ഫുൾ പോട്ട് വേണമെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ഇത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ചെടിയാട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫുൾ പോട്ടായിട്ട് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതും കലാത്തിയുടെ ഒരു വേഷൻ. കനം കാരണം ചെടി നല്ലോണം കനമായിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ നിലത്ത് വയ്ക്കാൻ തുടങ്ങി. ഞാൻ കയ്യിലെടുത്തും അടുത്തിട്ടുണ്ട്. ഇതും അഗ്ലോണിമയുടെ നല്ലൊരു ലീഫുകളോടൊക്കെ കൂടിയ നല്ലൊരു സുന്ദരി ചെടി കേട്ടോ. ഇതിന് നല്ല ഹൈറ്റിൽ ഇങ്ങനെ തിക്കായിട്ട് ഷൂട്ടുകൾ വന്നിരിക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്. സീനറിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ചെടിയുടെയൊന്നും ആവശ്യമില്ല കേട്ടോ. അതുപോലെ തിക്കായിട്ടുള്ള ഇതിൻ്റെ ഫുൾ പോട്ട് വേണമെങ്കിൽ ആവശ്യപ്പെടുക. പിന്നെ ഇത് സിൻഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ. അപ്പോൾ സിൻഗോണിയം ഇങ്ങനെ നല്ല ലീഫുകളോടുകൂടി ഇങ്ങനെ അപ്പോൾ സിൻഗോണിയത്തിൻ്റെ കട്ട് പീസ് വേണ്ടവരോ സിൻഗോണിയം ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിൻഗോണിയം വേണ്ടവരോ കോണ്ടാക്ട് ചെയ്യുക. മൊണസ്ട്രോ ബ്രോക്കൺ എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ നമ്മൾ ക്ലൈംബ് ചെയ്ത് പോകണേ കേട്ടോ. നമുക്കൊരു കയറിന് കെട്ടിക്കൊടുത്താൽ മതി. ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. അപ്പം ഇതിൻ്റെ ഷൂട്ടുകൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്നതിലാട്ടോ ഇതിൻ്റെ ഒരു ഭംഗിയിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നല്ല ലീഫുകളോടുകൂടിയ നല്ല സുന്ദരി ചെടികളാട്ടോ. എല്ലാം ലീഫിൻ്റെ പ്രത്യേകതയാണ്. ഇത് തന്നെ ഹോമിലോമിന എന്ന് പറഞ്ഞാൽ ഇതും ചെറിയ തൈകളുമുണ്ട്. ഇതിൻ്റെ കുറേ കുട്ടി കുട്ടി തൈകളുണ്ട്. വലിപ്പമുള്ളത് അത്യാവശ്യം വലിപ്പം എങ്ങനെ വേണോ കുറച്ച് തീരെ ചെറുതാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇത് അത്യാവശ്യം ഇതുപോലെ വലിപ്പമുള്ള ചെടികളാണ് എങ്ങനെയാണെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. നല്ല ഭംഗിയുള്ള ചെടി. ഇനി ഇതാ സിൻഗോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ. ഇതധികം ഹൈറ്റൊന്നും വയ്ക്കാതെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ലീഫുകളോടുകൂടി നല്ലൊരു സുന്ദരി ചെടിയാട്ടോ. നമുക്ക് സെറാമിക് പോട്ടിലൊക്കെ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണേ. അപ്പം ഞാൻ ചെടി ക്ലിയറൻസ് ആയതുകൊണ്ട് ഇത് ചെടികളെല്ലാം ഞാൻ ക്ലിയറൻസ് സെയിലായിട്ടാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. എല്ലാം ഞാൻ കൊടുത്ത് എനിക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ട ആവശ്യാർത്ഥമായിട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ചെടി ഞാൻ നിങ്ങൾക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം കൂട്ടുകാരൊന്ന് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക. ആദ്യം ആവശ്യപ്പെടുന്നവർക്ക് ആദ്യം ചെടി കൊടുക്കുന്നതായിരിക്കും. ഇതും നല്ലൊരു സുന്ദരി ചെടിയാട്ടോ. കലാത്തിയുടെ തന്നെ ഒരു വേഷനാണ്. ഇതിൻ്റെ ഇലയുടെ ഈ ലൈനാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ലൈനായിട്ട്. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ
ഇതിങ്ങനെ വളർന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിയൊരു ഇത് വരും. നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്താൽ ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കും. നല്ല ഭംഗിയിൽ കാണാനൊക്കെ നല്ല ഭംഗിയാണേ. അപ്പം സ്പൈഡർ പ്ലാന്റിൻ്റെ ചെറിയ തൈകൾ ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ ഇത്തിരി വലിപ്പമുള്ള തൈ ഇങ്ങനെ ഒരു ഫുൾ പോട്ടൊക്കെ ആയിട്ട് ആവശ്യമുള്ളവർ ഒക്കെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു വേഷനാണ്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ബേഡ് നെസ്റ്റ് പ്ലാന്റ് എന്ന് പറയും കേട്ടോ. മിനിയേച്ചറാണ്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ്സാണ്. അപ്പം ഞാൻ എല്ലാ ചെടികളും നനച്ചിരുന്നു കേട്ടോ. വൈകുന്നേരം നനച്ച് ചെടികളൊക്കെ കൂമ്പാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഡെസിഡ് പ്ലാന്റ്സ് ഒക്കെ. ഇതും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നല്ല എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണ് ലീഫ് എന്നിട്ട്. അത്ര സുന്ദരിയായിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇതിൻ്റെ ചെറിയ ചെറിയ ലീഫുകളോടുകൂടിയ വേറെയും ചെടികളുണ്ട്. പിന്നെ ഇത് ലക്കി ബാമ്പുവിൻ്റെ 2 വേഷനാണ്. പിന്നെ ഇതാ നമ്മുടെ അഗ്ലോണിയ. അപ്പോഴത്തേക്ക് നേരം സന്ധ്യയായിട്ട് പിന്നെ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടാട്ടോ എടുത്തത്. വൈകുന്നേരം ചെടിയൊക്കെ നനച്ച സമയത്താണ് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുക കേട്ടോ ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ ലൈറ്റ് ഇട്ടെടുക്കുക. എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ലീഫുകൾ നല്ല ഫുൾ പോട്ടിലായിട്ട് തിങ്ങി നനഞ്ഞ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെങ്കിൽ ഇതാ. പിന്നെ ഞാൻ കുറച്ച് എടുക്കാൻ പോയില്ല, ചെടികൾ അവിടെ തന്നെ വെച്ചെടുത്താൽ കേട്ടോ. ഗ്രോ ബാഗിലാണ് സുന്ദരിയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പം വീഡിയോ കാണുന്നതിനൊപ്പം ഈ ക്ലിയറൻസ് സെയിലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ ഉടനെ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. DTDC കൊറിയറായിട്ടായിരിക്കും. കൊറിയർ ചാർജ് 60 രൂപ. ഓൾ ഇന്ത്യയിലും പുറത്തേക്കും പോസ്റ്റലായിട്ടും അയച്ചു തരുന്നതായിരിക്കും. യാതൊരുവിധ കംപ്ലൈൻറ്റുകളും ഉണ്ടാവില്ല കേട്ടോ. ചെടി നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടി ഹെൽത്തി പ്ലാന്റ്സുകളാണ്. നാച്ചുറൽ മണ്ണും നാച്ചുറൽ വളം ചേർത്ത്. അപ്പോൾ ആരും പേടിക്കേണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.